ഇത് പെമ്പിള്ളേരെ ക്യാപ്പാണോന്ന് അറിയാം, പക്ഷെ ഞാൻ ഒന്ന് ട്രൈ ചെയ്തു. ആഷ്ലി ആഷ് ആവണ്ടേ? ഈ ക്യാപ്പിന് 1,40,000. ഈ ക്യാപ്പിന് 1,40,40,000 വിയറ്റ്നാമീസ് ഡോങ്. 1,40,40,000 എന്ന് പറയുമ്പോൾ മേ ബി എനിക്ക് ഒന്ന് 300 ഒക്കെ ഉണ്ടാവും തോന്നുന്നു. എക്സാക്റ്റ് അറിയില്ല കേട്ടോ, ഞാനൊരു ഊഹം വെച്ച് പറയാം. സ്നേഹം കൊണ്ട് ഇവിടെ ആകുമ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ബാർഗൻ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. കാരണം പ്രൈസൊക്കെ ഓൾറെഡി അവിടെ ഒരു സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാർഗനിങ്ങിൻ്റെ ചാൻസ് ചിലപ്പോൾ ഉണ്ടാവും, പക്ഷെ അധിക മെജോറിറ്റി നോക്കുകയാണെങ്കിൽ ഉണ്ടാവില്ല. പ്രോബബ്ലി ഉണ്ടാവും തോന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ഇത് വേറൊരു സുവനീർ ഷോപ്പാണ്. ഫസ്റ്റ് അവിടെയാണ് പോയത്, ഇപ്പോൾ ഇങ്ങോട്ടാണ്. പക്ഷെ ആഷ്ലി ഒന്നും വാങ്ങുന്നില്ല. എല്ലായിടത്തും പോയിട്ട് വിലയും ചോദിച്ച് വരിക. ഇവളാണ് നമ്മളെ ഇന്ത്യൻസിനെ പേര് നശിപ്പിക്കുന്നത്. കണ്ടോ, മെറ്റൽ ആർട്ട് പീസ് 3,90,000. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ പാർട്സൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. ചിലതിൻ്റെ കേട്ടോ, എല്ലാത്തിൻ്റെ അല്ല. ഇത് വാങ്ങാനാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നല്ല ബഡ്ജറ്റ് ട്രിപ്പൊക്കെ ആണെങ്കിൽ, ബഡ്ജറ്റിൽ വരികയാണെങ്കിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് വാങ്ങാൻ. മ്യൂസിക് ബോക്സ്, ഒരു കോമഡി ഉണ്ട്. എന്താന്ന് വെച്ചാല് ഞങ്ങള് വീഡിയോ എടുത്ത ഫുൾ ഏരിയ അല്ലേ, അവിടെ ഫ്രണ്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നോ വീഡിയോ നോ ഫോട്ടോഗ്രാഫി എന്ന്. പക്ഷെ ഞങ്ങളത് കാണുന്നത് താഴത്തേക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. പക്ഷേ കംപ്ലീറ്റ് വീഡിയോയിൽ കിട്ടി, അതുകൊണ്ട് കാണിക്കാൻ പറ്റും. എല്ലാത്തിനും ആഷ്ലിയാണ് ഉത്തരവാദി. എടുത്തോ 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 എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ എടുത്ത്. ആഷ്ലി ഇവിടുത്തെ മെയിൻ ആളെ കൊണ്ട് ഞാൻ അങ്ങനെ എടുത്തു. ഹോച്ചിമിന്റെ ഒരു കുഞ്ഞമ്മേന്റെ മോളായിട്ട് വരും. It's flowers, I think. I tried to visit before. I saw them. എന്താ പരിപാടി? ഫോട്ടോ എടുത്തണ്ടാ? ഒരു സെക്കൻഡ്, ഞാൻ നമുക്ക് 2-3 ഫോട്ടോസ് എടുത്തു കൊടുക്കട്ടെ. പാട്ട് പാടുന്ന സൈഗോൺ പോസ്റ്റ് ഓഫീസിൽ നിന്ന് തിരിച്ചു പോവാണ്. ഇനി എന്തെങ്കിലും കഴിക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത എങ്ങോട്ടാ പോകുന്ന കത്തീഡ്രൽ ഉണ്ട് ഇവിടെ. എൻ്റെ പേരെന്തായിരുന്നു? നോട്ടർഡാം കത്തീഡ്രൽ ഉണ്ട്. പക്ഷെ അത് അണ്ടർ കൺസ്ട്രക്ഷൻ ആണെന്നാണ് പറയുന്നത്. എന്തായാലും ഒന്ന് പോയി നോക്കാം. ഉണ്ടെങ്കിൽ അവിടെയും കൂടി കയറിയിട്ട് പോവാം. സ്ലോ മോഷനിലാണ് വരുന്നത്. സ്ലോ മോഷൻ വാ. നോട്ടർഡാം കത്തീഡ്രൽ സെർച്ച് ചെയ്ത് നോക്ക്. നോട്ടർഡാം കത്തീഡ്രൽ ഓപ്പൺ. എന്നാ പോയി 4 മിനിറ്റേ ഉള്ളൂ. അതും കൂടി പോയിട്ട് ഫുഡ് കഴിക്കാം. അടക്കാനേ 4 മിനിറ്റ്. 200 മീറ്റർ ഉള്ളൂ ഇവിടുത്തെ. എന്നാ എടുക്ക്. ഓ, അപ്പൊ ഞങ്ങള് നോട്ടർഡാം കത്തീഡ്രൽ ലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആണോ ഈ പറഞ്ഞ സാധനം? അല്ലല്ല, പള്ളിയാ. ഞങ്ങൾ ഷോർട്ട് കട്ട് അടിച്ച് പോവാന്നാണ് തോന്നുന്നത്. ആഷ്ലി വേറെ ഷോർട്ട് കട്ട് അടിച്ച് ചുറ്റി പോകണം. വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെയിലാട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ആളാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ മുടിഞ്ഞ വെയിൽ കൊണ്ട് ഞാൻ ഒരു വഴിയായി.
Ashley. ഇതാണ് നമ്മളെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്. ഇത് ടൈം ഉണ്ടെങ്കിൽ ഇന്ന് ചെയ്യും. ആഷ്ലി അവിടെ ഫോട്ടോഗ്രാഫിയിലും. Come on. Vema. വാ. സ്കൂൾ ഇതാണ് ഹോവ ബിൻ പ്രോങ്ക്യോ ഹോക്ക് സ്കൂള്. ഞാൻ എന്തൊക്കെയോ വായിക്കട്ടെ, എനിക്ക് ഈ ഭാഷ ഒന്നും അറിയില്ല. ഇതാണ് നമ്മളെ വിയറ്റ്നാമീസ് പിള്ളേർ. വിയറ്റ്നാമീസ് ചെക്കനെ ഞാൻ പേടിപ്പിച്ചു. ആ സെക്കൻഡ് പേടിച്ച് ബാക്കിലേക്ക് പോകണം. ഇത് സ്കൂളാ പോകുന്ന സ്ഥലത്ത് അങ്ങോട്ട്. അയ്യോ ഗൈസ്, ഈ കാണുന്നതാണ് ബ്രൗൺ കളറിൽ ഇഷ്ടിക വെച്ച് പണിത് നോട്ടർഡാം കത്തീഡ്രൽ. പക്ഷെ ഇത് വർക്കിലാണ്, അതുകൊണ്ട് നമ്മൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. വെരി സോറി. ഇത് അത്യാവശ്യം നല്ലൊരു ലാൻഡ് മാർക്കാണെന്നാണ് ഗൂഗിൾ സെർച്ചിൽ ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ കണ്ട്. പക്ഷേ ഇങ്ങോട്ട് കയറാൻ പറ്റും തോന്നില്ല, ഇത് അണ്ടർ കൺസ്ട്രക്ഷനാണ്. ഇതാണ് ഹോച്ചിമിൻ സിറ്റിയിലെ സരോവരം പാർക്ക്. പക്ഷെ ഇവിടെ ഭയങ്കര മെയിൻ്റനൻസ് ഒക്കെ കേട്ടോ. അത് 2-3 മണിയായി ഇപ്പോൾ സമയം ഇവിടുത്തെ. പക്ഷേ ഇവിടെ മെയിൻ്റനൻസ് സ്റ്റിൽ ഗോയിങ് ഓൺ. ഇവിടുത്തെ മൈനൈസ് ഭയങ്കര ശോഷിച്ച സാധനം. ഇവിടെ അണ്ണാ നോക്ക്. അണ്ണാനാണെങ്കിലും ഭയങ്കര തടിയുണ്ട്. ഇവിടുത്തെ മൈന എന്ന് പറയുമ്പോൾ ചെറിയ മൈന, അണ്ണാന്ന് പറയുമ്പോൾ ഭയങ്കര തടിയനും ഓപ്പോസിറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഫേസ് ഇസ് നോട്ട് ഇമ്പോർട്ടൻ്റ് അല്ലേ, ഓൺലി ദിസ് കണ്ടന്റ്. ഇത് നിങ്ങൾ ഞാൻ കാണുന്ന പോലെ കാണണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഫുൾ ടൈം ക്യാമറ ഓപ്പോസിറ്റ് പിടിച്ചിരിക്കും. അല്ലേ ആഷ്ലി എന്ന് പറയുന്നു. സോറി ഗൈസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പള്ളി അല്ല, കത്തീഡ്രൽ ഈസ് ക്ലോസ്ഡ്. നെക്സ്റ്റ് ഞങ്ങളെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ബുക്ക് സ്ട്രീറ്റ് ആണ്. ഇവിടെ ഈ ബുക്സ് മാത്രമേ ഉള്ളൂ. എല്ലാ കഫേക്ക് പകരം, കഫേയിൽ എന്താ പറയുക, ഫുഡിന് പകരമല്ല, ഫുള്ള് കഫേസിലും അധികം ബുക്സ് ഉണ്ടാവുക. കംപ്ലീറ്റ് ആവശ്യമുള്ള ബുക്സ് വാങ്ങാം, വായിക്കാം, പേ ചെയ്യണം കേട്ടോ. ചെറിയ ബുക്ക്, ലോകത്തെ ഏറ്റവും ചെറിയ ബുക്ക്. 60,000 വിയറ്റ്നാം. 60,000 വില കുറവാണല്ലോ. വളരെ കുറവാണ്. ഹോച്ചിമിൻ ഇവരുടെ ലാംഗ്വേജ് ഇതാ ഇംഗ്ലീഷ് ബുക്സ്. നമ്മളെ കോഴിക്കോട് SM സ്ട്രീറ്റ് പോലെയാണ്. ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സിന് പകരം കംപ്ലീറ്റ് ബുക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ലാംഗ്വേജും ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്ന വേൾഡിലെ ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഓരോന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ബുക്സ്, സ്പാനിഷ്, ചൈനീസ്, വിയറ്റ്നാമീസ്, അങ്ങനെ എല്ലാ സാധനവും ഉണ്ട്. ഞാൻ പിന്നെ എനിക്ക് റീഡിങ് കുറവായതുകൊണ്ട് ഞാൻ ബുക്സൊന്നും അങ്ങനെ കാര്യമായിട്ട് ചെക്ക് ചെയ്യുന്നില്ല. ആഷ്ലി നോക്കുന്നുണ്ട്. ആഷ്ലി അത്യാവശ്യം വായിക്കുന്ന ആളാണ്. Vậy mà không biết luôn, để là dẫn con dẫn mẫu đi đó.
ഇവിടെ നേരെ നോക്കിയാൽ നമുക്ക് നോട്ടർഡാം കത്തീഡ്രൽ കാണാം. നേരത്തെ ഓപ്പൺ ചെയ്യാത്ത കത്തീഡ്രൽ അണ്ടർ കൺസ്ട്രക്ഷൻ. ഈ ചൈനീസ് ലുക്കുള്ള പിള്ളേരില്ലേ, ഇവര് ഭയങ്കര ഇതാട്ടോ, ബ്യൂട്ടി കോൺഷ്യസാണ്. നേരത്തെ പോസ്റ്റ് ഓഫീസിൽ നിന്നുണ്ട്, സൈഗൺ പോസ്റ്റ് ഓഫീസിൽ നിന്നുണ്ട്, എല്ലാവരുടെ കയ്യിലും മിററും ചെറിയ പോക്കറ്റ് ഫാനും ആയിട്ട് നടക്കുന്നത്. എന്നിട്ട് ഇവർ ഇടയ്ക്കിടയ്ക്ക് ഈ മിററിൽ ചെറിയ പോക്കറ്റ് മിറർ, പോക്കറ്റ് ഫാന്, ഇതിൽ നോക്കിയിട്ട് ഇവർ ഫേസൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കും, പിന്നെയും പോവും. അങ്ങനെ ഫുള്ള് ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ് ഈ ചെറിയ പിള്ളേർ. ചൈനീസ് ആണോ ഇവർ, വിയറ്റ്നാമീസ് ആണോ എന്നറിയില്ല. വിയറ്റ്നാമീസ് ആയിരിക്കും കേട്ടോ. നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല എന്നുള്ളൂ ഡിഫറൻസ്. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അങ്ങനെ ബുക്ക് സ്ട്രീറ്റ് അവസാനിച്ച് ഞാൻ ഇവിടുന്ന് യൂ ടേൺ എടുത്തിട്ട് അടുത്ത സൈഡിൽ കൂടെ അങ്ങോട്ട് നടക്കാം. ഇവിടെ ഒരാൾ നന്നായിട്ട് മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. ഇത് ഈ കപ്പിൽ വെള്ളം ഫില്ല് ചെയ്തിട്ട് ചെയ്യുന്ന പരിപാടിയാണ് പ്ലേ ചെയ്യുന്നു. ഇവിടുന്ന് നമ്മൾ ഇന്ത്യൻസ് തമ്മ കണ്ടാലും മൈൻഡ് ചെയ്യുന്ന പോലില്ല ഇവരൊറ്റ പോക്ക് അങ്ങോട്ട് പോകും. ഞാനും അങ്ങനെ തന്നെയാണ്. എന്താ അറിയില്ല, മേ ബി ഇന്ത്യൻ കോംപ്ലക്സ്. പക്ഷെ ഫോറിനേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലി കേട്ടോ. ഇത് നന്നായിട്ട് സംസാരിക്കും, നല്ല ഹെൽപ്പ് ചെയ്യും. നേരത്തെ ഒരു കപ്പിൾ, ഫോറിൻ കപ്പിൾസാണ്. ഇതൊന്ന് നോർവീജിയൻ സെറ്റാന്ന് തോന്നുന്നു. ഈ ഫോട്ടോ എടുത്ത് ചോദിച്ചപ്പോൾ ഒരു കൂളായിട്ട് പെട്ടെന്ന് വന്നു. ഈ ഫോട്ടോ എടുത്ത് തന്നെ എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഫോട്ടോ നന്നായില്ലേ, ഒന്നുകൂടി എടുത്തുതരാം. ഞാൻ പറഞ്ഞു നോ, ദിസ് ഇസ് ഗുഡ് എന്ന് പറഞ്ഞു. ഒരു ഓക്കെ ഞാൻ താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഒരു വേഗം പോയി. ഭയങ്കര അപ്രോച്ചബിളാണ്, ഭയങ്കര ജോളിയാണ്. ആഷ്ലി അല്ലേ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആഷ്ലി അല്ലേ? മനസ്സിലായി. ആഷ്ലി ലുക്ക് അറ്റ് മീ. നടന്ന് വഴിയൊക്കെ തെറ്റി ക്ഷീണിച്ച് വാർ റെമിനൻസ് മ്യൂസിയത്തിലേക്ക് എത്തിയിരിക്കുക. ഇവിടെ എന്താണ് ഉള്ളതെന്ന് അറിയില്ല. ടാങ്ക്, ഹെലികോപ്റ്റർ ഒക്കെ കാണുന്നുണ്ട്. കയറി നോക്കട്ടെ എന്തായാലും. ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന അവിടെ ഫോട്ടോഗ്രാഫി പറ്റൂല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് ഇപ്പോൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി. 40,000 VND ആണ് അവിടെ ചാർജ് വരുന്നത് പെർ പേഴ്സൺ, പെർ ഹെഡ്. നമ്മളെ പഴയ വാർ ടൈമിൽ ഇവർ നമ്മളെ വിയറ്റ്നാമീസ് ആർമീൻ്റെ ഫൈറ്റർ ജെറ്റ് F-5A jet fighter, lightweight jet fighter manufactured by Northrop Norway. ഇതിൻ്റെ മാക്സിമം സ്പീഡ് എത്ര അറിയോ? 1269 കിലോമീറ്റർ ആകുമ്പോൾ.
ഇതൊക്കെ പണ്ടത്തെ ഷെല്ല്, ഇതൊക്കെ ഇപ്പൊ കാലിയാട്ടോ, ഇതിനകത്ത് ഷെല്ലൊന്നുമില്ല. നമ്മൾ സിനിമയിൽ കാണുമ്പോൾ എത്ര സൈസൊന്നും തോന്നില്ല കേട്ടോ. ഡയറക്റ്റ് റിയൽ ലൈഫിൽ കാണുമ്പോൾ ഭയങ്കര വലുപ്പമുണ്ട് ഈ സംഭവങ്ങളൊക്കെ. ഞാൻ കുറച്ചും കൂടി ചെറുതായിരുന്നു ഉദ്ദേശിച്ചത്. ഞാൻ ടാങ്കിൻ്റെ അടുത്തുണ്ടല്ലേ, ആ ടാങ്ക്. ആ വരൂ, നമുക്ക് ടാങ്കുകൾ കണ്ടിട്ട് വരാം. ടാങ്ക് എന്താ പറയാ, മറ്റേ ഗണ്ണില്ലേ, ഗൺ സിസ്റ്റംസ് എല്ലാം കണ്ടിട്ട് വരാം. ഇതൊക്കെ ഒരു കാലത്ത് വിയറ്റ്നാമീസ് ആർമി യൂസ് ചെയ്ത വെപ്പൺ സിസ്റ്റംസ് ആയിരുന്നു. M40 റിക്കോയിൽലെസ് റൈഫിൾ. ഇതിൻ്റെ മുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നോ ക്ലൈമ്പിംഗ്. ഇതിൻ്റെ മുകളിലൊന്നും കയറാൻ പറ്റില്ല, ജസ്റ്റ് കാണാനേ പറ്റുള്ളൂ. അതുപോലെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു US ആർമി കേട്ടോ, വിയറ്റ്നാം ആർമി ആണോ അറിയില്ല. US ആർമി എന്നാണ് ഇവിടെ എഴുതി വെച്ചത്. ഇതൊന്ന് അപ്പുറത്തെ സൈഡായിരിക്കും ചിലപ്പോൾ. അല്ല, മറ്റേതും അപ്പുറത്തെ സൈഡിലും ഉള്ളതും US ആർമീൻ്റെ. ഈ ഒന്ന് യുദ്ധത്തിൽ ഇവർ പിടിച്ചെടുത്ത സംഭവങ്ങളായിരിക്കും ഇതൊക്കെ. വിയറ്റ്നാം വാറിൽ വിയറ്റ്നാം US വാറില്ലേ ആ ടൈമിൽ US ഇവിടുന്ന് പെട്ടി കൊടുത്ത് ഓടിയല്ലേ. വിയറ്റ്നാം ചെറിയ കൺട്രിയാണ്, പക്ഷേ ഇവർ കംപ്ലീറ്റ് റെസിസ്റ്റ് ചെയ്ത് നിന്നു. അപ്പോൾ അങ്ങനെ ക്യാപ്ചർ ചെയ്ത വെപ്പൺസ് ആവാനാണ് സാധ്യത. ഇതൊക്കെ US ഹോവിറ്റ്സർ, 150 mm ഹോവിറ്റ്സർ. M132 ഫ്ലെയിം ത്രോവർ. D7 ബുൾഡോസർ. ടാങ്കൊക്കെ കണ്ടോ, എന്താ ഭംഗി കാണാൻ. റിയൽ ലൈഫിൽ കാണുന്നത് നല്ല രസമുണ്ട്. M41 വെയിറ്റ് 23,000 ടൺസ്. അക്രമ വെയിറ്റ് കേട്ടോ ഇതിന്. ടാങ്കിൻ്റെ ടയേഴ്സ് ഉണ്ടാവും. ഇത് റബ്ബറാന്ന് തോന്നിട്ടോ ഈ സാധനം. ഇതൊക്കെ US ആർമീൻ്റെ പ്രോപ്പർട്ടീസാണ്. കംപ്ലീറ്റ് ഇവർ വാറിൽ ക്യാപ്ചർ ചെയ്ത സാധനങ്ങൾ കേട്ടോ. ഇതാണ് US ആർമീൻ്റെ ഷിനൂക്ക് ഹെലികോപ്റ്റർ. ഷിനൂക്ക് ഇത് എനിക്ക് തോന്നുന്നത് മെയിനായിട്ട് ഇംഗ്ലീഷ് പടത്തിൽ കണ്ട വിവരം വെച്ച് പറയുകയാണ്, ഇത് കാർഗോ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. കാരണം 2 പ്രൊപ്പലറുള്ള ഹെലികോപ്റ്ററിന് കൂടുതൽ വെയിറ്റ് ക്യാരി ചെയ്യാൻ പറ്റും. അപ്പോൾ കാർഗോ ആൻഡ് ട്രൂപ്സിനെയൊക്കെ കൂടുതൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള ഹെലികോപ്റ്ററാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ബാക്ക് സൈഡ്. പക്ഷെ ഇതിപ്പോൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതൊക്കെ മ്യൂസിയം പ്രോപ്പർട്ടി അല്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ.